പുതിയ കാലത്ത് BJP അവരുടെ രാഷ്ട്രീയ ചാണക്യനായി കാണുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അമിത്ഷാ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ BJP പ്രവർത്തകർക്കും ആത്മവിശ്വാസം കൂടും. അദ്ദേഹം ഇവിടെ വന്ന് പറഞ്ഞത് കേരളത്തിൽ BJPയുടേതായ ഒരു മുഖ്യമന്ത്രി വരുന്ന കാലം വിദൂരമല്ല. അങ്ങനെ പറയണമെങ്കിൽ കൂട്ടിയും കിഴിച്ചും ചില ആലോചനകൾ നടത്തിയല്ലോ. എന്തായിരിക്കും അതിൻ്റെയൊക്കെ ഒരു കണക്ക് അല്ലെ അടിസ്ഥാനം? അമിത്ഷാ തിരുവനന്തപുരത്ത് പറഞ്ഞ വാചകങ്ങൾ ശ്രദ്ധിക്കണം. 15 വയസ്സ് മുതൽ ഞാൻ തിരഞ്ഞെടുപ്പ് ഡാറ്റ പരിശോധിക്കാറുണ്ട്, വായിക്കാറുണ്ട്. കേരളത്തിൽ BJPയുടെ വോട്ട് ശതമാനം കൂടി വരുന്നു. 2011 ഇത് 11%, 2016 16%, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20%. 20 എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് 40% ആകാൻ 5 വർഷത്തിൻ്റെ ആവശ്യമില്ല. ഇതാ അമിത്ഷാ പറഞ്ഞ കണക്ക്. അപ്പോൾ ഈ അമിത്ഷാ ഇങ്ങനെ ഈ 20 എത്തിക്കഴിഞ്ഞാൽ പിന്നെ 40 എത്താൻ 5 വർഷം വേണ്ട എന്നുള്ളത് എന്ത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണല്ലോ. ഇത് നമ്മൾ കുറേ കാലം തിരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെയും ഫീലിംഗ് അതാണ്. 20 എത്തിക്കഴിഞ്ഞാൽ പിന്നൊരു സ്വിങ് എന്ന് പറയില്ലേ, ഇലക്ട്രൽ സ്വിങ്, പെട്ടെന്ന് മാറ്റം വന്നാൽ മതി. ഒരു 5%-ൻ്റെയൊക്കെ മാറ്റം വന്നിട്ടേ ഇതൊരു 30-ലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ പിന്നെ 2 മുന്നണികളാണല്ലോ ഉള്ളത്, അവരുടെ വോട്ട് തിന്നുകയല്ലേ. അപ്പൊ അതുകൊണ്ട് 20 എത്തിക്കഴിഞ്ഞാൽ അതൊരു ത്രഷോൾഡ് എന്ന് പറയും. പ്രധാനമായിട്ട് അതൊരു വലിയ വഴിത്തിരിവിന്റെ സ്ഥലമാണ് ഈ 20% എന്ന് പറഞ്ഞാൽ. പിന്നെ 5%-ൻ്റെ മാറ്റമൊക്കെ വന്നു കഴിഞ്ഞാൽ 2-3 ത്രികക്ഷി ആണല്ലോ പിന്നെ തെരഞ്ഞെടുപ്പ്. ത്രികോണ പോരാട്ടം വരുമ്പോ ഇത്രയും ശക്തി നേടിക്കഴിഞ്ഞാൽ മറ്റവരുടെ വോട്ടുകളും കുറയും. മറ്റൊരു 35%-ന്റെ 40%-ന്റെ ഇടയ്ക്കാണല്ലോ ജയിച്ചു കയറുന്നത്. അതിലേക്കാണല്ലോ ഈ വിള്ളൽ വീഴുന്നത്. അതാണപ്പോ അടിസ്ഥാനം. ഇത് നമുക്ക് സംസ്ഥാനം തിരിച്ച് ഞാനിപ്പോ പറയാം അമിത്ഷാ പറഞ്ഞത് എന്തുകൊണ്ട് എന്നുള്ളത്. അപ്പൊ അമിത്ഷാ ഉദ്ദേശിക്കുന്നത് പിന്നെ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ ഷിഫ്റ്റ്. അതാണ് അമിത്ഷാ പറയുന്നത്. മനുഷ്യരുടെ മനസ്സ് ആ BJPക്ക് ശരി 20 കിട്ടിയല്ലോ, അപ്പോൾ വലിയൊരു പ്രസൻസ് ആയില്ലേ ഒരു പ്രദേശത്ത്. നമ്മുടെയൊക്കെ യൗവനത്തിൽ BJP ഒന്നും ഇല്ല ഇവിടെ. BJPയുടെ വാർത്ത പോലും കൊടുക്കില്ല. കോളേജിൽ ABVP ഇല്ല. ഞാൻ പഠിക്കുന്ന കോളേജിലൊന്നും. ഇപ്പൊ സാഹചര്യങ്ങളൊക്കെ മാറിയില്ലേ. ഒരു 3ാമത്തെ കക്ഷിയായിട്ട് BJPയുടെ ഒരു ശക്തി ഉയർന്നു വന്നു. അപ്പോൾ സൈക്കോളജിക്കൽ ഷിഫ്റ്റ് ഉണ്ടാവും വോട്ടർമാരിൽ. അപ്പോൾ LDF UDF എന്ന് പറഞ്ഞ് 2 മുന്നണികൾ മാത്രം ആയിരുന്ന കേരളത്തിൽ അതിൽ വ്യത്യാസം വരുന്നു. ഒരു 3ാമത്തെ ശക്തിയായിട്ട് BJP വന്നു എന്ന് ജനത്തിനും തോന്നലുണ്ടാവുന്നു. ഇനിയിപ്പോൾ കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി യൂണിയൻ ടെറിട്ടറിയാണ്, കേന്ദ്രഭരണ പ്രദേശം. ബാക്കി കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, അസം ഇവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് വരികയാണ് ഈ കൊല്ലം. അപ്പോൾ പക്ഷേ ഈ സംസ്ഥാനങ്ങളിലൊക്കെ അമിത്ഷായുടെ ഫോക്കസിൽ ഉള്ളൊരു സ്ഥലമാണ് കേരളം. പശ്ചിമ ബംഗാൾ അദ്ദേഹത്തിൻ്റെ ഫോക്കസിലുണ്ട് എന്നുള്ളത് നിതിൻ നബീനെ മറ്റേ BJP പ്രസിഡന്റ് ആക്കിയപ്പോൾ തന്നെ വളരെ വ്യക്തമാക്കി. പിന്നെ ഇന്നലെ ആണെങ്കിൽ മഹാകാള ക്ഷേത്രത്തിന് കല്ലിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മമതയും പേടിക്കുന്നുണ്ട്. അവർ 2 അമ്പലത്തിന് അവിടെ ഇപ്പൊ കല്ലിടുന്നു. മറ്റേ പുരി ക്ഷേത്ര മാതൃകയിൽ ഒരു അമ്പലം പണിതു. അപ്പൊ അവരും ഹിന്ദുത്വയിലേക്ക് നീങ്ങുകയാണ്. അപ്പൊ ഷായുടെ ഫോക്കസിന്റെ അകത്ത് കേരളം വന്നപ്പോഴാണ് കേരളത്തിൽ ഒരു BJP മുഖ്യമന്ത്രി വിദൂരമല്ല എന്ന് ഷാ പറയുന്നത്. അപ്പോൾ 2016 നിയമസഭയിൽ കേരളത്തിൽ നിന്ന് BJPക്ക് 1 സീറ്റാണ് കിട്ടിയത്. നേമത്ത് രാജഗോപാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ. പക്ഷെ 5 കൊല്ലം കഴിഞ്ഞ് നേമത്ത് ജയിച്ചില്ല, നഷ്ടപ്പെട്ടു. കുമ്മനം മത്സരിച്ച് കഴിഞ്ഞപ്പോൾ 2021 അത് നഷ്ടപ്പെട്ടു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റ് BJP കിട്ടി. അതും വളർച്ചയാണല്ലോ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മേയർ വന്നു. അതൊക്കെ വളർച്ചയുടെ സൂചകങ്ങളാണ്. അപ്പോൾ
ഈ ഉത്തർപ്രദേശിൽ ഇനി നമുക്ക് ഈ എന്തടിസ്ഥാനത്തിൽ അത് ഇന്ത്യയിൽ ഈ കണക്ക് കേരളത്തിന് പറയാൻ ഇന്ത്യയിൽ നിന്ന് എന്ത് കണക്കാണെന്നുള്ളത് പറയാം. ഉത്തർപ്രദേശിലെ 1991 BJPയുടെ വോട്ട് ശതമാനം 33 ആയിരുന്നു. 33% വോട്ട്. ഇന്ന് ഇത് 50% മുകളിലാണ് ഉത്തർപ്രദേശിൽ. ത്രിപുരയിൽ 2018 0 ആയിരുന്നു. 2018 7 കൊല്ലം മുമ്പേ. എന്നിട്ടും അവിടെ 2/3 മറ്റേ വോട്ട് ശതമാനം സീറ്റുകളും നേടി 7 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക്. അവിടെ 2 ലോക്സഭാ സീറ്റ് മാത്രമേ ഉള്ളൂ. ചെറിയ സംസ്ഥാനമാണ്. അസമിൽ 14 ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനമാണ് അസം. അവിടെ തരുൺ ഗൊഗോയ് കോൺഗ്രസിൻ്റെ 2001 മുതൽ 2016 വരെ 3 തെരഞ്ഞെടുപ്പ് ജയിച്ചു തുടർച്ചയായിട്ട്. കോൺഗ്രസ് ഇങ്ങനെ ജയിച്ചുകൊണ്ടേയിരിക്കുന്ന സ്ഥലമാണ് അസം. അപ്പോൾ 2011 മുസ്ലിം ജനസംഖ്യ അവിടെ 34.38% ആയിരുന്നു. ഇന്ന് 40% അടുത്ത് വരും അസമിൽ. ഞാൻ പറയുന്ന അസമിലും മുസ്ലിം ജനസംഖ്യ എന്ന് പറഞ്ഞാൽ സൈസബിൾ ആണത്. അതെ, വലിയ ജനസംഖ്യയാണ്. വലിയ ജനസംഖ്യ. എന്നിട്ടും 2016 2021 BJP അവിടെ അധികാരത്തിൽ വന്നു. 2011 16.1% BJPയുടെ വോട്ട് ശതമാനം 16.1. 2011 27 സീറ്റ്. കേരളത്തിലെ ശതമാനം കൂടി കമ്പയർ ചെയ്ത് നോക്കണം. അവിടെ 16.1%, 27 സീറ്റ്. കോൺഗ്രസിന് 39.4%. അപ്പോൾ 78 സീറ്റ് കോൺഗ്രസിന്. AIUDF എന്ന് പറഞ്ഞിട്ട് ആ ദുബ്രിയിലൊക്കെ മത്സരിച്ചിരുന്ന ഒരു യാക്കൂബ് ഹുസൈനോ അയാളുടെ പാർട്ടിയാണ്. അതിന് BJPയേക്കാൾ സീറ്റും സ്ട്രെങ്ത്തും അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. 2016 അസമിൽ BJPക്ക് 41.9% കിട്ടി. 16.1 എന്ന് പറഞ്ഞ് കിടന്നത് 41.9 86 സീറ്റും കിട്ടി. ഒറ്റയടിക്ക് 16% നിന്ന് 5 കൊല്ലം കൊണ്ട് 41%. 5 കൊല്ലം കൊണ്ട് 16% നിന്ന് 41 വലിയ വളർച്ചയാണത്. ഇന്ത്യയിൽ ഉദാഹരണമുണ്ട്. ഈ 20% കിടക്കുന്ന BJPക്ക് 40 ആക്കാം എന്നുള്ളതിന് ഡാറ്റയുണ്ട്. അപ്പോൾ കേരളത്തിൽ മുസ്ലിങ്ങൾ നമ്മൾ അസമുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ 26.56% ആണ്. അത് 2011 സെൻസസ് ഒക്കെ വെച്ചിട്ട് 26.56% മുസ്ലിങ്ങളാണ് ഇവിടെ ഉള്ളത്. അസമിനേക്കാൾ കുറവല്ലേ അത്? അപ്പൊ ഇവിടെ സാധ്യത കൂടുതലല്ലേ BJPക്ക്? 40% മുസ്ലിങ്ങളിൽ അസമിൽ ഭരണം പിടിച്ചു BJP. അപ്പൊ മുസ്ലിങ്ങൾ കൂടുതലുള്ളത് എന്നുള്ളതൊരു ഇഷ്യൂ അല്ല BJPക്ക് ഭരണം പിടിക്കാൻ. പക്ഷെ ക്രിസ്ത്യാനികൾ കേരളത്തിൽ പ്രധാനമാണ്. അത് BJPയും RSSുമായി ആ വസ്തുതയ്ക്ക് നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല. ദേശീയ നേതൃത്വത്തിന് അത് ബോധ്യമുണ്ട്. ഗോവയിൽ ക്രിസ്ത്യാനികൾ BJPയുടെ കൂടെ നിന്നിട്ടല്ലേ BJP ജയിക്കുന്നത്. വടക്ക് കിഴക്കുമൊക്കെ ക്രിസ്ത്യൻ മന്ത്രിമാരില്ലേ? ഉണ്ട്. അപ്പോൾ ഈ ലവ് ജിഹാദ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ അത്തരം സംസ്ഥാനങ്ങളിലും ഉണ്ട്, ഇവിടെയും ഇല്ലേ? കേരളത്തിൽ ഒരു ഇഷ്യൂ ആണ്. VS തന്നെ അത് തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് മോദി ക്രിസ്മസ് കാലത്ത് കഴിഞ്ഞ 2 ക്രിസ്മസ് അവിടെ ദേവാലയങ്ങളിൽ 2 പള്ളികളിൽ പോയല്ലോ. ഡൽഹിയിൽ ഇവിടെ വന്നിട്ട് മെത്രാന്മാരെയൊക്കെ അദ്ദേഹം കാണുകയും ചെയ്തു. ഹൈദരാബാദിലെ BJPയുടെ നാഷണൽ എക്സിക്യൂട്ടീവില് ക്രിസ്ത്യൻ ഔട്ട്റീച്ച്, ക്രിസ്ത്യാനികളെ പോയി കാണുക, അവരുമായിട്ട് സംസാരിക്കുക, അവരെ കൂട്ടത്തിൽ കൊണ്ടുവരിക, ഇതൊക്കെ തീരുമാനിച്ചിട്ടുള്ളതാണ് പാർട്ടി. ഹൈദരാബാദിലെ ദേശീയ എക്സിക്യൂട്ടീവില് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് ക്രിസ്ത്യാനികളും കൂടി വോട്ട് ചെയ്തിട്ടല്ലേ. അപ്പോൾ കേരളത്തില് ക്രിസ്ത്യാനികൾ BJPയുടെ അത്
അതിന് കാരണം ഈ ലവ് ജിഹാദ് തുടങ്ങിയ കാരണങ്ങളുണ്ടല്ലോ. ബിഷപ്പുമാര് തുറന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. മുസ്ലിങ്ങളുടെ അടികൊള്ളുന്നവരാണല്ലോ ക്രിസ്ത്യാനികൾ. അപ്പൊ അതുകൊണ്ട് ഈ നോർത്ത് ഈസ്റ്റിലെയും ഒക്കെ പോലെ ആസമിലെയോ ഒക്കെ പോലെ ക്രിസ്ത്യാനികൾ കൂടി BJP-യിലേക്ക് വരുന്നതോടുകൂടി ഈ പറഞ്ഞ പോലെ ഈ ലക്ഷ്യമുണ്ടല്ലോ, ഈ ദൗത്യം, അമിത്ഷാ പറയുന്ന ഈ കണക്ക്, ആ കണക്ക് ശരിയായിട്ട് വരും. അതാണ് ദേശീയ നേതൃത്വം കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അത് ഏതായാലും രാജീവ് ചന്ദ്രശേഖരനും അറിയാമല്ലോ. അതുകൊണ്ടാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ സീറ്റിൽ CPM-നേക്കാൾ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റിൽ BJP പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിനേക്കാൾ ശകലം കുറവാണ്. അല്ലെങ്കിൽ അതിന് തുല്യമേ ആയിട്ടുള്ളൂ. വളർച്ചയില്ല എന്ന് നമുക്ക് പെട്ടെന്ന് പറയാം. പക്ഷേ അതെന്തുകൊണ്ടാണ്? കൂടുതൽ സീറ്റ് മത്സരിച്ചപ്പോഴാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് ഇരട്ടി സീറ്റിൽ BJP മത്സരിച്ചിട്ടും കഴിഞ്ഞ തവണത്തെ അത്രയും വോട്ട് കിട്ടി. അത്രയും അത് വളർച്ചയായിട്ട് തന്നെയാണ് അത് കാണേണ്ടത്. ഇതാണ് അമിത്ഷായുടെ കണക്കിന്റെ അടിസ്ഥാനം. ഇത് തന്നെയാണ്. അതാണ് 1900 മറ്റേ ക്രിസ്ത്യാനികൾ മറ്റേ സ്ഥാനാർത്ഥികളായിട്ടും വന്നില്ലേ? അതെ അതെ, ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള സംഭവം. ആ മുംതാസ് എന്ന് പറഞ്ഞ മുസ്ലിം കുട്ടി തൃശ്ശൂർ കൗൺസിലറായി. അപ്പൊ വലിയ മാറ്റമാണ് ഈ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് പോലും BJP-ക്ക് അനുകൂലമായിട്ട് വരുന്നത്. അത് ക്രിസ്ത്യാനികൾക്കിടയിൽ വലിയ മാറ്റം അടുത്ത 5 കൊല്ലം കൊണ്ട് ഉണ്ടായി എന്ന് വന്നാൽ തന്നെ പിന്നെ ഈഴവ വോട്ടൊക്കെ മാറുന്നുണ്ടല്ലോ. അതിനെ സംബന്ധിച്ചൊക്കെ CPM-ന് തന്നെ ആശങ്കയുണ്ട്. പക്ഷെ ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു വലിയ ഷിഫ്റ്റ് ഉണ്ടായാൽ ഈ 20 എന്ന് പറയുന്നത് വിജയത്തിലേക്ക് എത്താനും മുഖ്യമന്ത്രിയിലേക്ക് എത്താനും താമസമില്ല. ഇതാണ് കേരളത്തിൽ ഫോക്കസ് ചെയ്യാനുള്ള അടിസ്ഥാനം. ഇതാണ് അമിത്ഷായുടെ ഡാറ്റയുടെയും അടിസ്ഥാനം. അമിത്ഷാ ഒന്നും വെറുതെ പറയുന്ന ആളല്ല.